അപ്സരസാണെൻ്റെ ഡസ്റ്റമഹൃദ്യമായി അടുവനും സമ്മേളനങ്ങളിൽ ജൂണാദ്യ വാരം മുതൽ ഞാൻ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കഥ അണ്ണാഞ്ചപ്പിയതും വവ്വാൽ കടിച്ചതും. ഈ കഥയെ കലക്കും. കഥ പൊളിഞ്ഞാലും എൻ്റെ അനൗൺസ്മെന്റ് പൊളിയല്ല. നല്ല ബേസല്ലേ, പൊളിക്കും ഞാൻ. നമസ്കാരം, പുളിമുട്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗാനരചയിതാവും കാതികനും ഗായകനുമായ ഗാനഭൂഷണം ഓച്ചന്തുരത്ത് ഓമനക്കുട്ടൻ്റെ വീട്ടിലാണ്. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, എത്ര വർഷമായി ചേട്ടൻ ഈ രംഗത്തേക്ക് വന്നിട്ട്? ഞാൻ പണ്ടേ ഉള്ളതാ. പണ്ടേ ഉള്ളതെന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള അല്ല, അതിനൊരു കൃത്യമായിട്ടുള്ളൊരു കണക്കൊക്കെ വേണ്ട ചേട്ടാ. ഞാൻ 40 വർഷമായിട്ട് കഥാപ്രസംഗ ഫീൽഡിലാണ്. 40 വർഷമായിട്ട്. അതെ. ഓക്കെ. അപ്പോൾ ചേട്ടന് ഈ കൊറോണ വന്നപ്പോൾ കലാകാരന്മാരെയാണല്ലോ ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ചേട്ടനെ എത്രത്തോളം കൊറോണ ബാധിച്ചു എന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവെക്കാം. എന്നെ കൊറോണ ബാധിച്ചിട്ടില്ല. ചേട്ടനെ കൊറോണ ബാധിച്ചു? എന്നെ കൊറോണ ബാധിച്ചിട്ടില്ല. ഞാൻ ഈ കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പരിപാടിക്ക് സാമൂഹ്യ അകലം പാലിച്ച് ഉത്സവപ്പറമ്പിൽ 10, 15, 16 പേർ കണ്ടിരുന്ന പരിപാടിയാണ് എൻ്റെത്. 20 പേരെ വരെ കാണാമെന്ന് സർക്കാർ പറയുമ്പോൾ അതിനെക്കാട്ടി സാമൂഹ്യ അകലം പാലിച്ചാണ് എൻ്റെ പരിപാടിക്ക് ആളുകൾ ഇരുന്നോണ്ട്. അപ്പോൾ ഈ ആളുകൾ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബഹളങ്ങളോ പ്രശ്നങ്ങളോ കൊണ്ടായി പോലീസ് ഇടപെടേണ്ട എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതെന്താ? ഞാനും എൻ്റെ 2 പിന്നണിക്കാരും 3 പേര്, 3 കമ്മിറ്റിക്കാർ, ഒരു മൈക്ക് സെക്റ്റിൻ്റെ ആൾ, മൊത്തം 7 പേര് വലിയൊരു ഗ്രൗണ്ടിൽ നിന്ന് എന്ത് ബഹളം വെക്കാനാണ്. അപ്പൊ പോലീസിന്റെ പ്രശ്നം അങ്ങനെയില്ല. വലിയ സ്മൂത്തായിട്ട് പോണ ഒരു പരിപാടിയാണ്. ഓക്കെ. താങ്കൾ വിവാഹിതനാണോ? അങ്ങനെ ഒരബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞാ മതി. വിധിയെ തടുക്കാൻ പറ്റോ മടലു കൊണ്ട് അങ്ങനെ ഇങ്ങനായി. അതെ, ശരി, വിധിയെ തടുക്കാൻ പറ്റത്തില്ല. പക്ഷെ വിവാഹം ഭയങ്കര വിവാദമായിട്ടാണ് നമ്മളൊക്കെ കേൾക്കാൻ കഴിഞ്ഞത്. പിന്നെ എന്റെ വിവാഹം ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ വീൽ ചെയറിലല്ലേ കൊണ്ടുവന്നത്. വീൽ ചെയറിലോ? അല്ല, വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് ഒരു ദിവസം രാത്രി ഞാൻ ഈ പെണ്ണിട്ട് വീട് കാമ്പുകിയുടെ വീട്ടിൽ ചെന്ന് ഞാൻ മതിലോടെ എന്നിട്ട് പറഞ്ഞു, പാതിരാത്രിയായി മറിയേ ഇറങ്ങി വാ, ഇന്നു രാത്രിയിൽ തെക്കേ മാവിൻ ചോട്ടിൽ വാ, വേലിയും ചാടി നീ മതിലും കയറി നീ വീടിൻ ബാക്കിലേ മാവിൻ ചോട്ടിൽ വാ, പതിവായ സ്ഥലത്തു നീ വാടി. എന്നിട്ട് അവള് വന്നോ? അവളല്ല, അവിടെ അച്ഛനും ആങ്ങളും അവളെ കൂടെ വന്നിട്ട് പിടിച്ചെടുത്ത് ബലമായിട്ട് കെട്ടിക്കുമായിരുന്നു. ബലാത്കാരമായിട്ട് പിടിച്ച് കെട്ടിക്കായിരുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞവരിടയ്ക്ക് തൃപ്രയാർ എന്ന ക്ഷേത്രത്തിൽ ചേട്ടൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് കിട്ടിയ പൈസ മുഴുവൻ സംഭാവനയായിട്ട് ആ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അത് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം. അത് താങ്കൾ അറിഞ്ഞത് ശരിയല്ല. തൃപ്രയാർ അല്ല, തൃപ്രയാർ ഞങ്ങള് മണിനടി കുഴിച്ചിടുമായിരുന്നു. ഈ പൈസ തിരികെ കൊടുത്തെന്ന് പ്രേക്ഷകർ പറയുന്ന സ്ഥലം ഇത് വടക്കാഞ്ചേരിയിലാണ്. അത് കൊടുത്തതല്ല, പരിപാടി പൊളിഞ്ഞുകൊണ്ട് ബലമായിട്ട് കൈ തിരിച്ച് മേടിച്ചാണ്. എന്റെ വണ്ടിക്കാശ് വരെ മേടിച്ചെടുത്തത്. അങ്ങനെ അവോയ്ഡ് ചെയ്യരുത്. താങ്കൾ ഗാനഭൂഷണം പാസ്സായ ആളാണെന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ എനിക്ക് ജനപ്രിയ പ്രോഗ്രാമായ ഐഡിയ സ്റ്റാർ സിംഗറിൽ പങ്കെടുത്തപ്പോൾ ആദ്യത്തെ എലിമിനേഷൻ തന്നെ താങ്കൾ പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെന്താണ് അങ്ങനെ സംഭവിച്ചത്? സ്വരം വെള്ളിയായി പോയതാ സ്റ്റാർ സിംഗറിൽ പോയെന്നു പല്ലവി, സ്റ്റാർ സിംഗറിൽ പോയെന്നു പല്ലവി. അപ്പൊ പല്ലവിയോ? പല്ലവി നേരത്തെ പോയായിരുന്നല്ലോ. ഓക്കെ ഓക്കെ. ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് ഈ പ്രോഗ്രാം ഒക്കെ ചെയ്ത് നടക്കുമ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ മാനേജർമാരെ വെക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പരിപാടി 2, 3 പരിപാടി കണ്ടമാനം മേടിച്ച് കൂട്ടുമല്ല. അല്ല, പരിപാടിയെ കളിച്ച് കൂട്ടുമായിരുന്നു. അങ്ങനെ അപ്പൊ ഇങ്ങനെ പരിപാടി അങ്ങ് കൂട്ടി തിരക്കായി. അപ്പൊ ഞാൻ ഇവിടുന്ന് മാനേരെ വെച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. ഒരു മാനേരെ വെച്ചതിന്റെ അന്ന് തന്നെ 2 പരിപാടി. ഒന്ന് കോഴഞ്ചേരി, രണ്ടാമത് പത്തനംതിട്ട. അടുത്തടുത്ത സ്ഥലമാണ്. അടുത്തടുത്ത സ്ഥലമല്ല, ഇച്ചിരി ദൂരമുണ്ട്. എന്നാലും ഫസ്റ്റ് പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി 1:30. അല്ല, അപ്പൊ അത്രയും താമസിച്ചാണോ പ്രോഗ്രാം തുടങ്ങിയത്? ഇല്ല, പരിപാടി നേരത്തെ തുടങ്ങിയായിരുന്നു. പരിപാടി കഴിഞ്ഞ് ഞങ്ങളൊരു കമ്മിറ്റിക്കാരൊരു തർക്കം ഉണ്ടായി. തർക്കം എന്ന് വെച്ചാൽ വണ്ടിക്കാശെങ്കിലും തരണമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു തർക്കം ഉണ്ടായി. ഒരു 1:30 ആയപ്പോഴാണ് അവിടുന്ന് പോകാൻ പറ്റിയത്. അങ്ങനെ രണ്ടാമത്തെ പരിപാടിക്ക് വണ്ടി വിട്ട് കഴിഞ്ഞപ്പം ഹാർമോണിയം വായിക്കുന്ന ആൾ പറയും, ആശാൻ ഇത്ര റിസ്ക് എടുത്ത് പരിപാടി പിടിക്കില്ല ആശാൻ, എനിക്ക് വയ്യ ആശാൻ എന്ന് പറഞ്ഞു. അപ്പോൾ തബല വായിക്കുന്നവൻ പറയുകയാണ്, അതിനല്ലേ പുതിയ മാനേരെ വെച്ചിരിക്കുന്ന, മാനേര് നോക്കിക്കോളും, എല്ലാം മേടിച്ച് കുട്ടിക്കോളും. ഇങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട പരിപാടി സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ആലോചിച്ച് മാനേജർ പേടിച്ചിരിക്കുകയാണോ എന്തോ മിണ്ടാട്ടമില്ലായിരുന്നു. പരിപാടി സ്ഥലത്ത് വെളുപ്പിന് 3 മണിക്ക് ചെല്ലുന്നു. പരിപാടി അവിടെ നിർത്തുന്നു. ഒരു കമ്മിറ്റിക്കാർ, ഒരു കറുത്ത് വണ്ണമുള്ള ആൾ ഓടി വന്നിട്ട് പറഞ്ഞു, ആരും ഇറങ്ങണ്ട, വണ്ടിയിൽ നിന്ന് ആരും ഇറങ്ങണ്ട, മാനേര് മാത്രം ഇറങ്ങാമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പൊ ആരും അനക്കില്ല, ഒരു മുട്ടുസൂചി വീണ അറിയാം. അപ്പൊ അവരുടെ അടുത്ത് വാങ്ങി ചോദിച്ചു, ഇതെന്നാ ഈ ട്രൂപ്പിന് മാനേരില്ലേന്ന്. മാനേര് ഇറങ്ങാം ഇങ്ങോട്ട് പറയുമ്പോ
ഈ മാനേജരായിട്ട് വെച്ച ആള് പറയാ ആശാനെ വിളിക്കുന്നു. ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെന്ന് എന്നെ കുത്തിരി പിടിച്ച് വലിച്ചൊരു ഇരുട്ടത്തോട്ട് കൊണ്ടുപോയി. അയാൾ പറയുകയാണ്, ഇവിടെ സിനിമാറ്റിക് ഡാൻസ് മത്സരം കഴിഞ്ഞിട്ടില്ല, എൻ്റെ മോഡ് അരങ്ങേറ്റമാണ് സാർ, ഒരു 15 മിനിറ്റോടെങ്കിലും ഞങ്ങൾക്ക് തരണമെന്ന്. ഇത് കേട്ട ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും. ശരിക്കും പറഞ്ഞാൽ താങ്കൾ പറഞ്ഞപ്പോൾ ഞാനത് മുൾമുനയിലാണ് കേട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ മാനേജർ എവിടെ? മാനേജർ പറഞ്ഞു, നിങ്ങൾ ചൊവ്വേരെ ഇപ്പം ഞാൻ റിസൈൻ ചെയ്യുവാണ്, നിങ്ങൾ നല്ലപോലെ കഥ പഠിച്ചിട്ട് ഞാൻ വന്ന് ജോയിൻ ചെയ്തോളാം, ഇപ്പം നിങ്ങളോട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കഥ തീരുമെന്ന് മാനേജർ മുങ്ങി. ഓക്കെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴത്തെ പുതുതലമുറ, അതായത് നമ്മുടെ പ്രായമായ അച്ഛനെ അമ്മമാരെ തെരുവോരങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുവരിക്കുന്നത്. അത്തരം ആളുകൾക്ക് താങ്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഉപദേശം എന്താണെന്നൊന്ന് അറിഞ്ഞുകൊള്ളാം. വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസ്സകം വേണം, വെടിഞ്ഞു അഹന്ത. വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്ന നിന്നിൽ വരുമൊരു കാലം. തീർച്ചയായും താങ്കൾ പറഞ്ഞ വളരെ 100% ശരിയാണ്. താൻ ചെയ്യുന്ന ഫലം അവനം തന്നെ അനുഭവിച്ചു തീർക്കും. കറക്റ്റാണ്. മാതാ പിതാ ഗുരു ദൈവം, അമ്മയ്ക്കാണ് ആദ്യത്തെ സ്ഥാനം, കഴിഞ്ഞുള്ളൂ പിതാവും ഗുരുവും എല്ലാം. അപ്പൊ മാതാവ് എന്ന് പറയുന്ന സ്നേഹത്തിന്റെ നന്മയുടെ ഉറവിടമാണ്. എന്റെ അമ്മയൊക്കെ ഞാൻ അതുപോലെ എന്റെ എങ്ങനെ കാണുന്ന, എനിക്ക് അമ്മയെ കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്റെ അമ്മേ, നീ എന്തോ പണിയാടാ കാണിച്ചത്? എടാ നീയേ എന്നെ ഗുരുവായൂരമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പ്രസാദം മേടിച്ചോണ്ട് വരാമെന്നും പറഞ്ഞ് അമ്പലത്തിനകത്തോട്ട് കയറിപ്പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നിന്നെ നോക്കി അതുവഴി എല്ലാം നടന്ന് എന്തോരം കഷ്ടപ്പെട്ടെന്നറിയാവോ? ആ അമ്പലക്കാരെല്ലാരും കൂടെ ഒരു വണ്ടി വിളിച്ചു കൊണ്ടുവന്ന് എന്നെ കൊണ്ട് നാക്കിയിട്ടുണ്ട്. നിങ്ങൾ വർത്താനം പറഞ്ഞു നിൽക്കാതെ അങ്ങോട്ട് എന്നാ പൈസ ഒന്നും കൊണ്ട് കൊടുത്തേ. എന്നാ